ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ എങ്ങനെയാണ് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള അണ്ടിപ്പുട്ട് ഉണ്ടാക്കുക കേട്ടോ. അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. ഞാനിത് അവിടെ വീട്ടിൽ നല്ല കശുവണ്ടി മരമുണ്ട് കേട്ടോ. അതിനുള്ള കശുവണ്ടീസാണ് എടുത്തിട്ട് വരുന്നത്. ഞാൻ നല്ല പഴുത്ത കശുവണ്ടിയൊക്കെ നോക്കിയിട്ട് പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. ഇതാ ഞാൻ കുറച്ച് അണ്ടി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് വറുക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇതുപോലെ ഒരു മൺചട്ടി വെച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വറുക്കുന്നത്. നമ്മൾ ഇതൊക്കെ വറുക്കുമ്പോൾ പുറത്ത് കൊണ്ട് വറുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിൽ നല്ല സ്മെല്ലും ആയിരിക്കും. പിന്നെ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ഇതുണ്ടാവും അണ്ടിയൊക്കെ ആകുമ്പോൾ. അതുകൊണ്ട് പറമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത്. ഇതുപോലെ ഒരു മൺചട്ടിയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കൊട്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പുക വന്ന സമയത്ത് നമുക്ക് എന്തൊന്ന് വലിയൊരു വടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് തന്നെ നല്ല നീളത്തിലുള്ള വടി വെച്ചിട്ട് വേണ്ടിട്ട് ഇളക്കാനായിട്ട്. ഇതുപോലെ പുക വരുമ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആ അണ്ടിയിൽ നിന്നുള്ള എണ്ണയിലേക്ക് ഇങ്ങനെ ഊറി വരുന്ന അതിൻ്റെ ഇതിൽ തന്നെ നന്നായി വെന്ത് കിട്ടും കേട്ടോ. ആ എണ്ണ നമുക്ക് കയ്യും കാലൊക്കെ പൊള്ളില്ലേ, അപ്പോൾ അത് എണ്ണ ഓയിലായിട്ട് തേക്കാൻ യൂസ് ചെയ്യാം കേട്ടോ. ചൂടായ ശേഷം അത് നമുക്കൊരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ അതുപോലെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗവും നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായി പോയതിന് ശേഷം അതിലേക്ക് കുറച്ച് മണ്ണ് എന്തെങ്കിലും വാരി ഇറങ്ങിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ച് മണ്ണിട്ട ശേഷം ഇതുപോലെ ഒരു വടി കൊണ്ട് നമുക്ക് താഴത്തിറക്കി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി തെറിച്ച് കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഞാൻ ഇതെല്ലാം അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ അണ്ടിപ്പരിപ്പില്ലേ അതുപോലെ ഒന്ന് എടുക്കാം കേട്ടോ. ഇതുപോലെ പതുക്കെ കുത്തിയിട്ട് എല്ലാം പൊട്ടാതെ മാക്സിമം പൊട്ടാതെ എടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളത്തിൻ്റെ പാവില്ലേ അതാട്ടോ. അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഞാനൊരു 10 ബെല്ലമാട്ടോ എടുത്തിരിക്കുന്നത്. അതുകൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഒരു പാനിയാക്കി കൊണ്ടുവരണം കേട്ടോ. നന്നായി അഴുക്കുണ്ടാകും ഇതിൽ. അതുകൊണ്ട് നമ്മൾ അരിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ഏലക്കായ കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അത് ചൂടോടെ തന്നെ നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കണം കേട്ടോ. ചൂടാറിൽ ഇതുപോലെ കട്ടിയായി കിട്ടും. അതുകൊണ്ട് ചൂടോടെ തന്നെ നമുക്ക് അത് അരിക്കണം കേട്ടോ. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു ബൗൾ അണ്ടി, അത്ര തന്നെ ഒരു ബൗൾ നിലക്കടല, ഒരു ബൗൾ അരി, ഒരു ബൗൾ ചിരവിയ തേങ്ങ. ഞാനിവിടെ ഒരു 3/4 ബൗൾ അണ്ടിയായിട്ടുള്ളൂ. നിങ്ങളുടെ ഒരു ബൗൾ ഉണ്ടെങ്കിൽ അതന്നെ എടുക്കണം കേട്ടോ. അതിനുശേഷം നിലക്കടല നല്ലപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. നല്ലൊരു ചെറിയതായിട്ടൊരു ബ്രൗൺ കളർ ആകുന്ന സമയമാകുമ്പോൾ ഓഫാക്കിയിട്ട് ഇതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തു കൊണ്ടുവരാം കേട്ടോ. പിന്നെ അതിനുശേഷം ആവശ്യമായിട്ടുള്ളത് നമുക്ക് നമ്മുടെ അരിയില്ലേ അത് നല്ലതുപോലെ ഒന്ന് പാൻ ചൂടായി വരണം കേട്ടോ. ആ സമയത്ത് മാത്രം അതിലേക്ക് അരി ഇട്ടാൽ മതിയാകും. അല്ലെങ്കിൽ നമ്മുടെ അരി ഭയങ്കര ബലമായി പോകും, നന്നായി പൊരിഞ്ഞു വരില്ല. നന്നായി ചൂടായി വന്ന് നമ്മുടെ പാന് ഇനി അതിലേക്ക് നമുക്ക് അരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായി പുക വരുന്ന സമയത്ത് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരാൻ തുടങ്ങുന്ന സമയത്ത് മാത്രം ഒന്നുകൂടെ ഒന്ന് ഫുള്ളിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് എല്ലാ അരിയും പൊരിഞ്ഞ് വന്ന് പൊട്ടുന്നൊരു സൗണ്ടില്ലേ ആ പാകമാകുന്ന സമയത്ത് നമുക്കെല്ലാം പൊരിഞ്ഞ ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങ അത് നമുക്ക് നന്നായിട്ടൊന്ന് സിമ്മിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ വെള്ളമയമെല്ലാം പോയിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങുന്ന ഒരു പാകമില്ലേ ആ സമയമാകുന്നത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ചെറിയൊരു കളർ മാറിയാൽ മതിയാവും, ബ്രൗൺ കളർ ആവരുത്. ഞാനിതാ എല്ലാതും അതുപോലെ അരിയും തേങ്ങയും അണ്ടിപ്പരിപ്പും കടല നമ്മുടെ വെള്ളത്തിൻ്റെ പാവില്ലേ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈസി പ്രോസസ്സ് ആട്ടോ. വേഗത്തിൽ നമുക്ക് നമ്മുടെ അണ്ടിപ്പുട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ അണ്ടിയില്ലേ അത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരിക. കണ്ട അതിൽ നല്ല എണ്ണമയുണ്ട് അണ്ടി ആയതുകൊണ്ട്. അതിനുശേഷം നിലക്കട്ടില്ല അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം, വെള്ളവും ചേർക്കരുത്. അതിലും എണ്ണയുടെ ഒരു മയമുണ്ടാകും. പിന്നെ നമ്മുടെ തേങ്ങയില്ലേ അതും അതുപോലെ പൊടിച്ചെടുക്കുക. അരി അതും നന്നായിട്ട് പൊടിച്ചെടുക്കുക. അരി പ്രത്യേകം ശ്രദ്ധിക്കണം, ഫൈനായിട്ട് പൊടിക്കണം, അല്ലെങ്കിൽ നമ്മൾ അണ്ടിപ്പുട്ട് ഭയങ്കര ബലമായി പോകും. അതിനുശേഷം എല്ലാം കൂടെ ഒരു തവി വെച്ചിട്ട് നന്നായി മിക്സാക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ പാവില്ലേ അത് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. ആദ്യം പകുതി ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതിനുശേഷം മിക്സാക്കി നോക്കിയിട്ട് ബാക്കി ഒഴിച്ചാൽ മതിയാകും. കൈ വെച്ചിട്ട് വേണം ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കാനായിട്ട്. തവി വെച്ചിട്ടൊന്നും ആക്കരുത്, അത് കട്ടായി പോകും. കൈ വെച്ച് നന്നായിട്ട് ആക്കിയതിന് ശേഷം ഇതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഒരു 1/2 ഗ്ലാസ് നോർമൽ ടെമ്പറേച്ചറിലായതിനു ശേഷം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അമർത്തിയിട്ട് നന്നായി അമർത്തി വേണം ഉരുളകളാക്കാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് അണ്ടിപ്പുട്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ. ഇതവിടെ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. എത്രയ്ക്ക് സോഫ്റ്റാണ് കണ്ടോ.
നല്ല ടേസ്റ്റിയാണ്. നന്നായി ഫൈനായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് നമ്മുടെ അണ്ടിപ്പുട്ട്. ഇതൊരു മാസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്നും വാങ്ങുന്ന പോലെയല്ല, പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അണ്ടിപ്പുട്ടിനുണ്ടാവുക.